എല്ലാവർക്കും നമസ്കാരം. ഇന്ന് വീണ്ടും ഒരു ഞായറാഴ്ച ഞാൻ പള്ളിയിൽ പോകുന്ന ഒരു വഴിയിലാണ്. അപ്പോൾ ഇവിടെ ഇങ്ങനെ മരം പൂത്ത് നിൽക്കുന്ന കണ്ടപ്പോൾ പ്രത്യേക ഒരു സൗന്ദര്യം തോന്നി. അങ്ങനെയാണ് ഒരു വീഡിയോ വീണ്ടും ചെയ്യാമെന്ന് ആലോചിച്ചത്. ഇപ്പം അങ്ങനെ വീഡിയോ ഒന്നും ചെയ്യാൻ സമയം കിട്ടാറില്ല. പിന്നെ ഞാൻ എൻ്റെ ജീവിതത്തിനെ കുറിച്ചാണ് എപ്പോഴും എൻ്റെ വീഡിയോ കൂടെ സംസാരിക്കാറുള്ളത്. ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ എല്ലാ പ്രഭാതങ്ങളിലും ഇവിടെ നമുക്കങ്ങനെ പള്ളിയിൽ പോകാനോ ഇതിനൊന്നും പറ്റാറില്ല. ഈ ഞായറാഴ്ച ഈ ഓർത്തഡോക്സ് പള്ളിയിലാണ് ഞാൻ ആകെ പോകാറുള്ളത്. അപ്പോൾ നമുക്ക് ചിലപ്പോൾ മനുഷ്യനാണ്, നമുക്ക് ചില സമയത്ത് ദേഷ്യപ്പെടാനും അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ എല്ലാം പരിപൂർണമായിട്ടും പൂർണ്ണനായിട്ട് ജീവിക്കാൻ പറ്റണില്ലല്ലോ. അപ്പോൾ നമുക്ക് അങ്ങനെയുള്ള സമയങ്ങളിലൊക്കെ നമുക്ക് ചിലപ്പോൾ തെറ്റുപറ്റി പോവും, അല്ലെങ്കിൽ നമുക്ക് ദേഷ്യപ്പെടും. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എനിക്കുണ്ടാവാറുണ്ട്. അല്ലെങ്കിൽ ഞാൻ അങ്ങനെ പറ്റി പോകുമ്പോൾ എനിക്ക് കിട്ടണ ഒരു സമാധാനം എന്ന് പറയുന്നത്, ഇപ്പോൾ ഇവിടെ സംസാരിക്കാനോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും പറ്റാത്തതുകൊണ്ട് എനിക്കിപ്പോൾ ഇവിടെ കിട്ടണ ഒരു ആശ്വാസം എന്ന് പറഞ്ഞാൽ നമ്മുടെ യൂട്യൂബ് ചാനലിൽ യൂട്യൂബ് വീഡിയോകളിൽ ഒരുപാട് ഇപ്പോൾ ഡെയിലി ബ്ലെസ്സിങ് എന്ന് പറഞ്ഞിട്ടും ഡെയിലി ബ്രെഡ് എന്ന് പറഞ്ഞിട്ടും പിന്നെ പ്രഭാത ആരാധന എന്ന് പറഞ്ഞിട്ടൊക്കെ അച്ഛന്മാരുടെ പ്രത്യേകിച്ച് നമ്മുടെ വൈദികർ ഈശോയുടെ ആശീർവാദം രാവിലെ തന്നെ ബ്ലെസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് കിട്ടുമ്പോൾ നമുക്കൊരു എനർജിയാണ്. അത് കിട്ടുമ്പോൾ എനിക്കെന്താണെന്നില്ല, വല്ലാത്തൊരു സന്തോഷവും മനസ്സിന് പ്രത്യേകം ഒരു ഉത്സാഹമാണ്. അപ്പോൾ അത് അത് നമ്മളിപ്പോൾ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മളൊരു ആകാശദൂത് എന്ന് പറഞ്ഞ ഒരു സിനിമ കണ്ടു കഴിഞ്ഞാൽ കഴിയാത്തൊരു മനുഷ്യരില്ല എന്ന് പറയും. എന്ന് പറഞ്ഞ പോലെ നമ്മുടെ വികാരങ്ങളെയും അല്ലെങ്കിൽ നമ്മുടെ വിചാരങ്ങളെയും നമ്മുടെ ദേഷ്യത്തെയും സങ്കടത്തെയൊക്കെ ഉണർത്താനായിട്ട് വീഡിയോകൾക്ക് കഴിയണ പോലെ തന്നെയാണ് നമ്മുടെ ആത്മീയമായിട്ട് നമ്മൾ തളരുമ്പോൾ നമ്മൾ ഇതേപോലെയുള്ള ടോക്കുകൾ കേൾക്കുമ്പോൾ അല്ലെങ്കിൽ ഇതേപോലെ അച്ഛന്മാർ ഓൺലൈനിൽ കൂടെ ആയാലും ആസ്വദിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ അത് വളരെയധികം സ്വാധീനം ചെലുത്തുന്നുണ്ട്. അത് എനിക്ക് കിട്ടിയ ഒരു വലിയൊരു തിരിച്ചറിവാണ്. അപ്പോൾ അത് നിങ്ങളായിട്ടൊന്ന് പങ്കുവയ്ക്കാം, എൻ്റെ ഫ്രണ്ട്സായിട്ടൊന്ന് പറയാം എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത്. അപ്പോൾ എനിക്ക് ചില സമയത്തൊക്കെ നമ്മൾ ജോലിയിലായാലും അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ കുടുംബജീവിതത്തിലായാലും ഉണ്ടാവുന്ന ചെറിയ ബുദ്ധിമുട്ടുകളും വിഷമങ്ങളൊക്കെ ആലോചിച്ച് നമ്മൾ ചിലപ്പോൾ ഡെസ്പായി പോകുമ്പോൾ ഇങ്ങനെയുള്ള ആശീർവാദങ്ങളും അവർ തരുന്ന ഓരോ വചനങ്ങളും നമുക്ക് കിട്ടണ ഒരു എനർജി, അത് ഭയങ്കര ഒരു ഉന്മേഷമാണ്. അതേപോലെ ഓരോ ദിവസവും നമ്മൾ കുളിക്കണ പോലെയാണ് നമ്മുടെ അന്നത്തെ ദിവസത്തെ എല്ലാ അശുദ്ധിയും മാറി ഒരു നല്ലൊരു ഫ്രഷ് ആവുക, ഒരു നല്ലൊരു എനർജറ്റിക് ആവാനായിട്ട് ഈ വചനങ്ങൾ നമ്മളെ അനുഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും അതങ്ങനെ കേൾക്കാനും കാണാനും ശ്രമിക്കുമ്പോൾ നമ്മുടെ ജീവിതവും ഒരുപാട് വ്യത്യാസം വരുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും വീണ്ടും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ഓക്കെ, ബൈ ബൈ. അടുത്ത വീഡിയോയിൽ കാണാം.